യോ ബോയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ എടുത്തത്. എൻ്റെ മോനെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. നമ്മൾ കുറേ നാളായി കണ്ടിട്ട് എന്നെനിക്ക് തോന്നുന്നു. കാര്യം വേറൊന്നുമില്ല, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ പടപടാന്ന് വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എത്ര ദിവസം കഴിഞ്ഞാൽ അറിയാമോ? കുറേ ദിവസമായിട്ട് ഷൂട്ടുണ്ട്, അതായത് മീഡിയ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ചലഞ്ച് വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം. എനിക്ക് എഡിറ്റ് ചെയ്യാതെ എഡിറ്റിങ് കഴിഞ്ഞിട്ടൊരു നേരമില്ല എനിക്ക്, സത്യമായിട്ടും പറയുക. നിങ്ങളെ കാണുന്ന ഞാനിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ആഴ്ച ഞാൻ ഈ ഡെയിലി വ്ളോഗ് എടുത്തിട്ട്. ഡെയിലി വ്ളോഗ് എന്ന് പറയാം, അത് നമ്മൾ 1-2 ദിവസത്തൊക്കെ ചേർത്താണ് ഇടുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ആവുള്ളൂ. വേറൊന്നുമില്ല ഗൈസ്, നല്ല ടൈറ്റാണ്. ബിസി ആണെങ്കിൽ മാത്രമേ ഒരു കാര്യമുള്ളൂ, വെറുതെ ജോബ്ലെസ് ആയിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ആയിട്ടുണ്ട്, ഞാൻ അമ്മനെ കൊണ്ട് ആക്കി. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി 12 മണി ആയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് പൈസ എടുക്കാൻ പോകണം. അപ്പോൾ പൈസ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു റൂം എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പൈസ കൊടുത്തു, ഇനി ബാക്കി പൈസ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവന്മാരുടെ കയ്യിൽ സെറ്റാണ്. ഇപ്പോൾ എനിക്കിനി അത് എടുത്തിട്ട് വരണം. ഒരു 5,000 റുപ്പീസാണ് നമ്മൾ എടുക്കുന്നത്, അത്ര എടുക്കുന്നത്. ബാക്കി ഒപ്പിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ ആ ടേബിൾ മേടിച്ചാൽ കാരണം നിങ്ങൾ കണ്ടില്ലായിരുന്നു. ആ ടേബിൾ മേടിച്ച കാരണം പൈസ ഇറങ്ങിപ്പോയത്. എന്ത് ചെയ്യാൻ, എല്ലാം റോളിംഗ് ആണ്. കൈവേദന എടുക്കണമെങ്കിൽ പിടിച്ചിട്ട്. അപ്പം നമുക്കങ്ങ് പോകാം ആദ്യം ബോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ട ഒരു ഉറങ്ങി എഴുന്നേറ്റ പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? കാര്യം വേറൊന്നുമില്ല, എഡിറ്റിങ്. രാത്രിയൊക്കെ താമസിച്ച് കിടക്കണതിൻ്റെ ആയിരിക്കും. പിന്നെ മാത്രമല്ല ഞാൻ താടിയും കൂടി എടുത്ത്, അത് കാരണം മുഖത്തിൻ്റെ ഒരു വല്ലാത്ത ഷേപ്പായി പോയി. ഇപ്പോൾ മീശ കട്ടിക്ക് വെച്ചിട്ട് താടി മാത്രം എടുത്തു. ശോകമാണ്. ഞാൻ നേരത്തെ ഒരിടയ്ക്ക് 2 വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ചെയ്തിട്ട് എന്തോ പോലെ. നിങ്ങൾ പറ. നമ്മൾ വന്ന് പൈസ എടുത്തു, 5,000 റുപ്പീസ്. ഇപ്പത്തേന് താഴെ പോയാൽ 100 നോട്ടൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാം ബോയ്സ്. അപ്പോൾ നമ്മൾ പൈസ മേടിച്ച് വന്നിട്ടുണ്ട്. രാവിലെ എടുത്ത് വെച്ച കുറ്റിയ ഗ്യാസ് തീർന്നു. എപ്പോൾ ഗ്യാസ് വരുന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ ഏകദേശം 11 മണിയായി. 11 മണി 12 മണിയായിട്ടുണ്ട്. ഈ 12 മണിക്ക് എന്തായാലും പുള്ളി വരികയില്ല. സാധാരണ 11:30 ആകുമ്പോൾ വരണം. ഇനിയിപ്പോൾ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യോ ബോയ്സ്, അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 3-4 മണിക്കൂറോളം ഞാൻ 3-4 ഇല്ല കേട്ടോ, ഇപ്പം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു. എഡിറ്റിങ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2-3 ചാനലുകളാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. മീഡിയയുടെ പരിപാടികളാറും മീഡിയ വീഡിയോസൊക്കെ ചെയ്യണം. മീഡിയ വീഡിയോ അറിയില്ലേ, മീഡിയയുടെ ഒക്കെ അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി. എന്താണ് ഫുഡെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മോനെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല തിരക്കായ കാരണം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. ഇന്നാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയത്. കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച്. ഇത് ചാള മത്തി എന്ന് പറയും ഇല്ലേ? ചാള പീര വറ്റിച്ചത്. ഇത് 2 ദിവസം മുമ്പുള്ള, അതിൻ്റെ പേരിനതാ, കിളിമീൻ. ഇതെനിക്ക് അർത്ഥതാണ്. മറ്റേ സാധനം പുളിയുടെ അത് എനിക്ക് പുളി വായി കഴിച്ചത് എന്തോ പോലെ കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കഷ്ണം മീൻ, അതിൻ്റെ പേരെന്തുവാ, മറ്റേ ചൂരയല്ലല്ലോ. ഒരു വലിയ മീനില്ലേ, ജമുട്ട സാധനം, ആ മീൻ. പിന്നെ എൻ്റെ കറി. ഇതാണ് ഇന്നത്തെ ഫുഡ്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഓക്കെ ബോയ്സ്, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വെള്ളിയുടെ മോതിരം നോക്കാൻ വന്നിരിക്കുകയാണ്. കയറിയത് പോയപ്പോൾ എനിക്കിപ്പോൾ മോതിരം നോക്കിക്കൊണ്ടിരിക്കുക, വെള്ളിയുടെ മോതിരം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതെനിക്കല്ല ഗൈസ്, ഇത് ചെറിയ വെക്കാണ്, അനിയത്തിക്ക് വേണ്ടി എടുത്താണ്. ഇതും കൊള്ളാം. ഈ മഞ്ഞക്കല്ല് കൊള്ളാം കേട്ടോ. ബോയ്സ് ഇവിടെ വന്നിട്ടാണ് ചെറിയൊരു ചിട്ടിയും കൂടി അമ്മനെ കൊണ്ട് ചേർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചിട്ടിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ചേരാൻ പറഞ്ഞപ്പോൾ ചേർന്നതാണ്. ഞാൻ എൻ്റെ പേരെ വെച്ചത്, നോമിനിയായിട്ട് അമ്മയുടെ പേര് തിരിഞ്ഞു പോയി. പേര് പറ. ഷിനി. ബോയ്സ് അങ്ങനെ ചിട്ടിയും കൂടി ചേർന്നിട്ടുണ്ട്. ഇത് ഓരോ മാസവും നമുക്ക് പറ്റുന്ന രീതിയിൽ അടച്ചാൽ മതി. ഇപ്പം 500 രൂപയാണ്. ഇപ്പോൾ അടുത്ത മാസം 1000 ആണെങ്കിൽ അതിൻ്റെ അടുത്ത മാസം 2000 ആണെങ്കിൽ എപ്പോൾ അതിൽ കുറവാണെങ്കിലും കുറവടക്കം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എത്ര മോതിരമാണ് മേടിച്ചത്? 3 എണ്ണം. അതെ, 3 മോതിരം മേടിച്ചു. എനിക്കും മേടിച്ചു മോതിരം. കൊള്ളാം, എനിക്ക് ആ മോതിരം ഇഷ്ടപ്പെട്ടു. 3 വെള്ളിയുടെ മോതിരമാണ് മേടിച്ചത്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം നമുക്ക്, ഒരെണ്ണം ചെറിയ വെക്ക് അല്ലേ? നമുക്ക് മേടിച്ചത് അവിടുന്ന് മേടിച്ചപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. ഇപ്പം എന്നെ പറ്റി പൊത്തിക്കേറ്റി. ഇതാണ് അമ്മക്ക് മേടിച്ചത്. ഇതെനിക്ക് സൈഡ് തിളങ്ങണ്ട.
അതെ മോതിരം മാറ്റാ. ഇത് നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. ബാക്കിയൊക്കെ അവിടെ കിടന്നു വെച്ചാൽ ഭയങ്കര ഈ തിളക്കമില്ലാത്ത ടൈപ്പൊക്കെ അല്ലേ, കെട്ടുപോയ ടൈപ്പൊക്കെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. ഒരു ചെറിയ പരിപാടിയായിട്ട് വന്നതാണ്. പരിപാടി എന്ന് വെച്ചാൽ മീഡിയ പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ സംഭവം നടക്കണത്, അതായത് അതിൻ്റെ സമയം കൊണ്ടിരിക്കുന്ന ഏകദേശം 7 മണി ഞാൻ കണ്ടാവും. അപ്പോൾ അത് കാരണം അത്രയും നേരം നമ്മൾ നിൽക്കാൻ പറ്റാത്ത കാരണം ചുമ്മാ ഒന്ന് ബീച്ച് കാണാൻ വന്നാൽ. ഇവിടെ ബീച്ചായിട്ടൊന്നുമില്ല, ചുമ്മാ കുറേ കല്ലൊക്കെ വാരിയിട്ടുണ്ട്. ഞാറ്റക്കല്ല ഗൈസ്, കൂടെ അക്കസാറും കൂടിയുണ്ട്.